മണ്ണാങ്കട്ടയും കരിയിലയും. ഒരിക്കലൊരു കരിയില കാറ്റത്ത് അങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു. കാര്യം ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ആ പറക്കൽ നല്ല രസമുള്ളതാണെങ്കിലും തനിയെയുള്ള യാത്ര കരിയിലയ്ക്ക് വല്ലാതെ മടുത്തു. അപ്പോഴാണ് ഒരു മണ്ണാങ്കട്ട തനിയെ ഇരിക്കുന്നത് കരിയില കണ്ടത്. കരിയില വേഗം മണ്ണാങ്കട്ടയുടെ അടുത്തെത്തി. ഉടൻ തന്നെ അവർ രണ്ടുപേരും കൂട്ടുകാരായി. രണ്ടുപേരും കൂടി ഒരുമിച്ച് കാശിക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. രണ്ടാളും കാശിയെപ്പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഒറ്റയ്ക്ക് പോകാൻ ഭയമായതുകൊണ്ട് ശ്രമിച്ചിട്ടുമില്ല. കാശി പുണ്യസ്ഥലമല്ലേ. എന്തായാലും രണ്ടു കൂട്ടുകാരും യാത്ര പുറപ്പെട്ടു. ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിച്ച് കഥകൾ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഒരടിപൊളി യാത്ര. കുറേ ദിവസം അങ്ങനെ യാത്ര ചെയ്ത് സന്തോഷമായി കടന്നുപോയി. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റിന്റെ ശക്തി കൂടാൻ തുടങ്ങിയതും കരിയില കിടുകിടെ വിറയ്ക്കാൻ തുടങ്ങി. ഇനി രക്ഷയില്ല, എങ്ങോട്ടെന്നില്ലാതെ കരിയിലയെ കാറ്റ് പറത്തിക്കളയും. പക്ഷെ മണ്ണാങ്കട്ട കരിയിലയുടെ രക്ഷയ്ക്കെത്തി. മണ്ണാങ്കട്ട വേഗം കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. കാറ്റ് നിന്നപ്പോൾ രണ്ടുപേരും വീണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇത്തവണ മണ്ണാങ്കട്ടയാണ് പേടിച്ചത്. മഴ കൊണ്ടാൽ മണ്ണാങ്കട്ട അലിഞ്ഞില്ലാതാവില്ലേ? കരിയിൽ എന്തു ചെയ്തെന്നോ? ഉടനെ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി ഒരു കുട പോലെ ഇരിപ്പായി. അങ്ങനെ മണ്ണാങ്കട്ട രക്ഷപ്പെട്ടു. മഴ തോർന്നപ്പോൾ വീണ്ടും അവർ യാത്ര തുടങ്ങി. പിന്നെയും കുറേ ദൂരം ആടിപ്പാടി രസിച്ച് അവർ യാത്ര ചെയ്തു. പെട്ടെന്നാണ് കാറ്റ് വീശാൻ തുടങ്ങിയത്. കാറ്റ് ശക്തിയാർജിച്ചതോടെ മഴയും ഒപ്പമെത്തി. ഇപ്രാവശ്യം കൂട്ടുകാർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും ഓടിയൊരു മരത്തിനടുത്തെത്തി തങ്ങളെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ മരം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്റെ പൊത്തിനുള്ളിൽ കയറിയിരുന്ന് രക്ഷ നേടൂ. അങ്ങനെ മഴ കഴിഞ്ഞപ്പോൾ മണ്ണാങ്കട്ടയും കരിയിലയും മരത്തിനോട് നന്ദി പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ഹലോ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ഒരുമിച്ച് നിന്നാൽ ഏതൊരാപത്തിനെയും അതിജീവിക്കാം.